ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര വൈറലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മളുടെ റെനേൻ്റെ ഈ ഒരു മിഡ് നൈറ്റ് കൂൾ കാജലാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 450 റുപ്പീസാണ്. പക്ഷെ ഞാനിപ്പോൾ നൈക്കയിൽ ലാസ്റ്റ് നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് 365 അങ്ങനെ എന്തോ ആണ് കാണിച്ചത്. അപ്പം ഇങ്ങനെയാണ് ഇത് കാണാൻ ഉള്ളത്. ഒരു സിൽവർ കളർ ഒരു ഇതാണ് ഇതിന് വരുന്നത്. കാണാനൊക്കെ നല്ല ഒരു ക്ലാസി ലുക്കാട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഷാർപ്നറും ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. പ്രൊഡക്റ്റ് കണ്ടോ, ഇത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക്, നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്കാണ് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഞാൻ കൂടുതലും യൂസ് ചെയ്യൽ മറ്റേ മെബലൈറ്റിൻ്റെ കൊളോസിലും അതേപോലെ തന്നെ ലാക്മേൻ്റെ ഐക്കോണിക്, ഇത് രണ്ടും മാറ്റിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു കളർ എന്ന് പറയുന്നത് മറ്റേതിനെ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നുന്നു. നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് നമുക്ക് കിട്ടും. അത് ഒറ്റൊരു ആപ്ലിക്കേഷനിൽ തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ മേലെ ഫസ്റ്റ് അപ്പർ ഐലിഡിൽ ഇങ്ങനെ എഴുതും കേട്ടോ, എന്നിട്ടാണ് ഞാൻ താഴെ എഴുതാറ്. ഓക്കെ, സോ ഇതിൻ്റെ ഇത് നോക്കിക്കോ, നമ്മൾ ഒറ്റൊരു സ്ട്രോക്കിൽ തന്നെ നമുക്ക് നല്ല നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഇത് കിട്ടും. നല്ല ജെറ്റ് ബ്ലാക്ക് ഇതിൽ വരുന്നത്. സോ ഒറ്റൊരു സ്ട്രോക്കിൽ തന്നെ അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്കൊരു റിസൾട്ട് നമുക്ക് കിട്ടുക. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഭയങ്കര ഈസി. നമ്മളിങ്ങനെ വെറുതെ എന്താ പറയുക, ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. അത്രയും എന്താ പറയുക, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ. ഉണ്ടാ നല്ല എന്താ പറയുക, നല്ല ഡാർക്കായിട്ടുള്ളൊരു കാജലാണിത്. എനിക്ക് ഇതിൻ്റെ ഈ ഒരു കാജലിൻ്റെ എനിക്ക് ഏറ്റവും ഒരു പ്ലസ് ആയിട്ട് തോന്നി. ഞാൻ മറ്റേ ഐക്കോണിക്കും കൊളോസിലൊന്നും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ഒരു ഡാർക്ക്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും ഒരു ജെറ്റ് ബ്ലാക്കാണ് നമുക്ക് കിട്ടുക. പിന്നെ ഈ സ്മോക്കി ഐസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഈ സ്മോക്കി ഐസൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ കൈനെ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സിലോട്ടേക്ക് നോക്കാം. പ്ലസ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു കളർ പേ ഓഫ് എന്ന് പറയുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് രണ്ടാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പ്രോഡക്റ്റ് ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ പ്രൂഫാണ്, സ്മജ് പ്രൂഫാണ്, അതേപോലെ തന്നെ 24 hours ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. വാട്ടർ പ്രൂഫാണ്, ഓഫ് കോഴ്സ് ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ സ്മജ് പ്രൂഫ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് സ്മജ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്മജ് പ്രൂഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെറുതായിട്ട് എവിടെയൊക്കെ ചെറുങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു 4-5 hours ഒക്കെ കഴിയുമ്പോൾ ചെറുങ്ങനെ സ്മജ് ആവുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. 24 hours ലോങ് ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മളിപ്പം വർക്കിനൊക്കെ പോവുകയാണെങ്കിൽ, കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ നമ്മളുടെ കണ്ണിൽ അത് ഗ്യാരണ്ടിയാണ്. അത്ര എനിക്ക് തോന്നുന്നു ഒരു 10 to 15 hours ഒക്കെ എന്തായാലും ലാസ്റ്റ് ചെയ്യും ഈ ഒരു കാജൽ. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം തീർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഷാർപ്നർ ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് ഇപ്പം നമ്മൾ ആദ്യം യൂസ് ചെയ്ത് ഒരു 2 വട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് തീരും. അപ്പം നമ്മൾ ഷാർപ്പ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഒരു 2 വട്ടമൊക്കെ നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ അത് തീരും. പിന്നെ വീണ്ടും ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം പ്രൊഡക്റ്റ് വേഗം തീർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഡെയിലി കണ്ണെഴുതുന്ന ആൾക്കാർക്കൊന്നും ഇതൊട്ടും ഒരു ഫീസിബിൾ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 450 റുപ്പീസാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് മാക്സിമം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാണെങ്കിൽ ഒരു 2-3 ആഴ്ച അതിൽ കൂടുതൽ ഇത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേഗം തീർന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതെനിക്കിതിൻ്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ 450 നമുക്ക് എല്ലാ മാസവും 450 കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതെനിക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്.
അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു എബവ് ആവറേജ് ഒരു പ്രൊഡക്റ്റാണ്. നമുക്കൊരു 10ൽ ഒരു 7.5, 8 ഒക്കെ കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസിനെക്കാട്ടിലും നമുക്കിപ്പോൾ വല്ലപ്പോഴും ഒരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇതൊരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഡെയിലി വേറൊരു കാജൽ വാങ്ങിയിട്ട് ഇത് കുറച്ച് സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുകയാണെങ്കിൽ അതിനിതൊരു നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.